നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചിട്ടും തകരാൻ മനസ്സില്ലാതെയാണ് ഇറാൻ ഇപ്പോൾ വീണ്ടും തല ഉയർത്തി നിൽക്കുന്നത്. ഏതായാലും ഇത് ഇറാന്റെ സർവനാശത്തിന് തന്നെ വഴിവെക്കുമെന്നുള്ള സംശയം ഉണ്ട്. ഖത്തറിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ സംയുക്ത ഉച്ചകോടിയിലടക്കം എല്ലാ രാജ്യങ്ങളും ഇറാന്റെ നിലപാട് ഉറ്റുനോക്കിയിരുന്നു. ഇറാനെ പ്രതിനിധീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയോട് നിശബ്ദരായി ഇരിക്കരുതെന്നാണ് അറബ് ലോകത്തോടടക്കം വിളിച്ച് കൂവിയത്. ജൂതരാഷ്ട്രവുമായുള്ള ബന്ധം ഇസ്ലാമിക രാജ്യങ്ങൾ വിച്ഛേദിക്കണമെന്ന് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടതും ഇറാൻ പ്രസിഡന്റ് തന്നെയാണ്. ഗാസയിലും ബെയ്റൂട്ടിലും യമനിലും നടത്തിയ ഇസ്രായേൽ ആക്രമണങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിനെതിരായ എന്ത് നടപടിക്കും എപ്പോഴും തന്റെ രാജ്യം ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പും അറബ് രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് കനത്ത പ്രഹരമേൽപ്പിച്ചും അമേരിക്കൻ ഉപരോധത്തെ വെല്ലുവിളിച്ചും മുന്നോട്ടു പോകുന്ന ഇറാൻ ലോകത്തെ ഇസ്ലാമിക വിശ്വാസികളുടെ ആവേശവും അഭിമാനവുമായി മാറുന്ന കാഴ്ചയാണ് സമീപകാലത്ത് ലോകം കണ്ടിരിക്കുന്നത്. ലോകത്ത് ഇസ്രായേൽ പദ്ധതി നടക്കാതെ പോയ രാജ്യവും അത് തന്നെയാണ്. ഇസ്രായേലുമായി ഏറ്റുമുട്ടി ജൂതരാഷ്ട്രത്തിനെ കനത്ത പ്രഹരമേൽപ്പിച്ച ഒരേ ഒരു രാജ്യമേ ലോകത്തുള്ളൂ, അതാണ് ഇറാൻ എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ മിസൈൽ പ്രഹരശേഷിക്ക് മുന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിലെ സകല പ്രതിരോധ സംവിധാനങ്ങളും പരാജയപ്പെട്ടത് യുദ്ധമുഖത്തും ഇറാന് ശക്തമായ ഒരു മേൽക്കോയ്മ നൽകിയിരിക്കുകയാണ്. പക്ഷേ കൂടുതൽ ഇസ്രായേലുമായി ഒരു അഭ്യാസത്തിന് പോയി കഴിഞ്ഞാൽ അത് തങ്ങളുടെ ആരോഗ്യത്തിനടക്കം ഹാനികരമാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഭയം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷത്തിൽ വലിയ വെല്ലുവിളികളൊക്കെ തന്നെ നടത്തിയാലും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഇവിടെ നിന്ന് ഒരു വിരൽ ഞൊടിച്ചാൽ ഖമനേയി അപ്പോൾ ബങ്കറിനുള്ളിലേക്ക് തന്റെ താമസം മാറ്റുന്നത്. ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഗാസ പോലെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയപ്പോഴാണ് വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങിയതെന്ന് പലപ്പോഴും പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നു. ഏതായാലും ഇത് ഇറാന്റെ കൂടി ആരോഗ്യത്തിന് ഹാനികരമാകും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് അമേരിക്ക മുന്നിട്ടിറങ്ങിയത്. മാത്രവുമല്ല, അമേരിക്ക അന്ന് മുന്നിട്ടിറങ്ങിയതിന് പിന്നിൽ ഇത്തരത്തിൽ അത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വലിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിക്കൂ എന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് ലോകരാജ്യങ്ങൾക്ക് മുഴുവനുള്ളത്. ഏതായാലും കുറച്ചു കാലത്തിന് ശേഷം ഇപ്പോൾ ഇറാൻ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ഇറാന്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം പറയുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും ഖത്തറിലടക്കം ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ കണ്ടതാണ്. ഇറാൻ കൃത്യമായിട്ട് തങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഇറാൻ മുൻപോട്ട് വയ്ക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി പലപ്പോഴും രൂക്ഷ വിമർശനമാണ് ഇസ്രായേലിനെതിരെ ഉന്നയിക്കുന്നത്. ഏതായാലും അതൊക്കെ തന്നെ മുൻപിലുണ്ടെങ്കിലും ഇറാൻ പോലുള്ള ഒരു രാജ്യത്ത് ഇസ്രായേലിൽ കയറി അടിക്കാനുള്ള ധൈര്യമുണ്ട്. പക്ഷേ പലപ്പോഴും അത് വേണ്ടെന്ന് വെക്കുന്നത് അമേരിക്കയുടെ ഒരു ഇടപെടൽ കൂടി കൊണ്ടാണ്. പക്ഷേ എന്നിരുന്നാലും വീണ്ടും അറബ് രാജ്യങ്ങളടക്കം തന്നെ ഇത്തരത്തിൽ ഒന്നിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാൻ മുൻപിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഇറാന് തന്നെ വലിയ ഒരു നാശനഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതേസമയം തന്നെ ഗാസയിലടക്കം തുടരുന്ന നടപടികൾക്കെതിരെ വലിയ വിമർശനമാണ് ഇസ്രായേലിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളാണ് പലസ്തീന് അംഗീകാരം നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അതിൽ ഏറ്റവും അടുത്ത് ഇസ്രായേലുമായി സഖ്യകക്ഷികളായിരുന്ന പല രാജ്യങ്ങൾ പോലും ഇപ്പോൾ മറുകണ്ഠം ചാടി പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ദുരാഷ്ട്ര പരിഹാരമാണ് ഇതിനുള്ള എല്ലാം പോംവഴി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു ആശങ്കയും ഇപ്പോൾ ഈ ഒരു യുദ്ധം പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ തന്നെ ആശങ്കയുടെ ഒരു കാർമേഘം തീർത്താണ് മധ്യേഷ്യയും യൂറോപ്പും ഇപ്പോൾ കൂടുതൽ സംഘർഷ കലുഷിതമാകുന്നത്. ആണവ പദ്ധതികൾ സംബന്ധിച്ച് ഇനി യുഎസുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതേ നിലപാട് തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം യുഎന്നിലെ തന്റെ പ്രസംഗത്തിൽ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇറാൻ യുഎസ് ഭിന്നത കൂടുതൽ കനക്കുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും തൊട്ടു പിന്നാലെ യുഎസും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. സമാധാന ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരിക്കെയുള്ള ഈ ആക്രമണം നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഇറാൻ പ്രസിഡന്റ് ആരോപിച്ചിരുന്നത്. മറുവശത്ത് കിൽഡ് ബൈ ഇസ്രായേൽ എന്നെഴുതിയ പുസ്തകവും ഉയർത്തിക്കാട്ടിയ പെസഷ്കിയാൻ ആക്രമണത്തിന് ഇരയായവരുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. യുഎസുമായുള്ള ചർച്ചാ സാധ്യതകൾ അടഞ്ഞെന്നും കഴിഞ്ഞ ദിവസം ഖമനേയി പറഞ്ഞിരുന്നു. യുറേനിയം പദ്ധതികൾ ഇറാൻ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎസിനെയും ഇസ്രായേലിനെയും ചൊടിപ്പിച്ചേക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ
സ്വന്തം നേട്ടം ലക്ഷ്യമിട്ടാണ് ട്രംപ് ചർച്ച വേണമെന്ന് പറയുന്നത്. എന്നിട്ടത് തന്റെ ക്രെഡിറ്റായി മറ്റുള്ളവരോട് വിളിച്ചു പറയും. ഇറാൻ അത്തരം ചർച്ചകളിൽ നഷ്ടമേ ഉണ്ടാകൂ, അത് അനുവദിക്കാനാകില്ലെന്നാണ് ഖമനേയി പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ ചെറുക്കുമെന്ന് അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കളോട് ട്രംപ് വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം സർവ്വസീമകളുടെയും ലംഘനമായി കണക്കാക്കുമെന്നും US മധ്യസ്ഥതയെടുത്ത് ഉറപ്പാക്കിയ ഇസ്രായേൽ UAE സമാധാന ഉടമ്പടി അപ്രസക്തമാകുമെന്നും UAE വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ UN-ലെ പ്രസംഗത്തിലേക്കാണ് ഇപ്പോൾ ഏവരും കാതോർക്കുന്നത്. അതേസമയം ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവിടെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹമാസിന്റെ ക്രൂരത, ഹമാസ് ജനങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ആക്രമണം നടക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഓരോ 24 മണിക്കൂറിലും ഗാസയിൽ നിന്ന് നിരവധി പതിനായിരങ്ങളാണ് ഇപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഇനി ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തന്നെ വിചാരിക്കണം. ഇത്രയും കാലം ഖത്തർ ഇതിനൊരു മുൻകൈ എടുത്തിരുന്നു. പക്ഷേ ഖത്തറിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു ആക്രമണം നടന്നതിന് പിന്നാലെ തന്നെ ഖത്തർ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഇപ്പോൾ UN-ൽ കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീൻ എന്നുള്ള ഒരു രാഷ്ട്രം വരണം, അല്ലെങ്കിൽ ദുരാഷ്ട്ര പരിഹാരം എന്നുള്ള ആശയം മുൻപോട്ട് വെക്കുന്നതൊക്കെ തന്നെ യുദ്ധം അവസാനിക്കാനുള്ള ഒരു പോംവഴിയായി കാണാമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഇസ്രായേൽ ഈ പറയുന്ന പോലെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാതിരിക്കുന്നതല്ല അവിടെ പ്രശ്നം. അവിടെ പലസ്തീൻ എന്നുള്ള ആ ഒരു രാജ്യത്ത് ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഇസ്രായേലിനെതിരെ അഴിച്ചുവിടുന്ന ആക്രമണത്തിനെതിരെ മാത്രമാണ് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിനെ ഒരിക്കൽ പോലും ഹമാസ് ചെയ്യുന്ന രീതിയിൽ ഇസ്രായേൽ അവിടെ ഒരു യുദ്ധം പയറ്റുന്നില്ല. അവരപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ഒരിക്കലും ഇസ്രായേൽ അല്ലെങ്കിൽ IDF അവിടെ യുദ്ധം നടത്തുന്ന സമയത്ത് സാധാരണക്കാരെ മുൻപിൽ നിർത്തിക്കൊണ്ട് അതിന് പുറകിൽ ഒളിച്ചുകൊണ്ടല്ല ഇസ്രായേൽ അവിടെ യുദ്ധം നടത്തുന്നത് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത്. എന്നാൽ ഹമാസ് ചെയ്യുന്ന രീതി തന്നെ മതി ലോകത്തിന് ഹമാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്രൂരത വിളിച്ചു പറയാൻ. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വീടും സ്കൂളുകളും ആശുപത്രികളും കെട്ടിടങ്ങളും അതൊക്കെ തന്നെ മറയാക്കിക്കൊണ്ടുള്ള ഭീകര പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. അതിനെ ഒരു കാലത്തും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നത്. ഇതിനോടകം തന്നെ 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിനെ ആക്രമിച്ച് 1200 പേരെ കൊല്ലുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. തുടർന്നുണ്ടായ ഇസ്രായേലിലെ പ്രതികാര ആക്രമണങ്ങളിൽ ഗാസയിലെ 65,000-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ഏകദേശം 3 ലക്ഷത്തോളം ആളുകളാണ് പലായനം ചെയ്തിരിക്കുന്നത്. ഇനിയും ആളുകൾ അവിടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഹമാസ് ഒന്ന് ഒതുക്കി, ഹിസ്ബുള്ളയെ ഒതുക്കി, ഇനിയുള്ളത് ഹൂത്തികളാണ്. അവരാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 7 മടങ്ങായിട്ടായിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഇനി ഹൂത്തികൾ ഇനി അനുഭവിക്കാനായിട്ട് പോകുന്നത്.